വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്ന കെസിബിസിയുടെ നിലപാട് കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തതോടെ കോൺഗ്രസ് ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെ ബിൽ ധൃതി പിടിച്ച് കൊണ്ടുവരേണ്ടെന്ന അഭിപ്രായം എൻഡിഎയിൽ ഉണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പു സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബിൽ പാസാക്കിയെടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. നാളത്തെ അജണ്ടയിൽ ബിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റന്നാൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിനിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നും കേരളത്തിലെ എംപിമാർ പിന്തുണയ്ക്കണമെന്നുമുള്ള കെസിബിസി സർക്കുലർ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും കെസിബിസി നിലപാടിനെ സ്വാഗതം ചെയ്തു. और वक्फ कानून पास होने के बाद खास करके मुसलमानों में जो गरीब तबके के लोग हैं, महिला हैं, बच्चों हैं, सबके लिए बहुत बड़ा लाभ होने वाला है और देश के लिए भी ये बहुत फायदा वाला कानून है और इसको सब लोग मिलकर के समर्थन करना चाहिए. ബില്ലിനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിയോജിപ്പ് തുടരുമ്പോൾ ബില്ലിലെ എല്ലാ വ്യവസ്ഥകളും എതിർക്കുന്ന നയം സ്വീകരിക്കേണ്ടതില്ലെന്ന നിലപാട് ചില കോൺഗ്രസ് അംഗങ്ങൾക്കുണ്ട്. കെസിബിസി സർക്കുലർ ചർച്ച ചെയ്യണമെന്ന് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ബില്ല് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യമായ രൂപം വന്നിട്ടില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പുതിയ ബില്ലാണ് ഇനി വരാൻ പോകുന്നത്. ആ ബില്ലിലെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതേസമയം ബില്ലിൽ എൻഡിഎയിലും ബിജെപിയിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ബിൽ മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. ബില്ലിനെ പരസ്യമായി എതിർക്കാത്ത ജെഡിയുവിനും ടിഡിപിക്കും മേൽ സമ്മർദ്ദം ശക്തമാണ്. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുസ്ലിം സംഘടനകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18.